താമരശ്ശേരി അമ്പായത്തോട് MDMA വിഴുങ്ങി യുവാവ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. പ്രദേശത്ത് നിരവധി യുവാക്കൾ മയക്കുമരുന്ന് സംഘത്തിന്റെ കെണിയിൽപ്പെടുന്നുവെന്ന ആക്ഷേപവുമുണ്ട്. എന്നാൽ യുവാക്കളെ അങ്ങനെ ലഹരിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് അമ്പായത്തോട് ഗ്രാമം. കഴിഞ്ഞ ദിവസം ലഹരിക്കെതിരെ പ്രചാരണത്തിനായി നടത്തിയ ഇഫ്താർ സംഗമത്തിൽ 100 കണക്കിന് പേരാണ് പങ്കെടുത്തത്. കോഴിക്കോട് നടക്കുന്ന മറ്റ് ഇഫ്താർ സംഗമങ്ങളിലും പ്രധാന ചർച്ചാ വിഷയം മയക്കുമരുന്നുണ്ടാക്കുന്ന വിപത്ത് തന്നെയാണ്. പരമ്പരാഗതമായി നമ്മൾ കൊടുക്കുന്ന മതപരമായ ഉത്ബോധനങ്ങൾക്ക് പുറമെ കാലം ആവശ്യപ്പെടുന്ന ഇത്തരം വിഷയങ്ങളെ കൂടി ഉൾച്ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ റമദാൻ കാലത്ത് കൂടി ഇപ്പോൾ എല്ലാവരെയും പ്രോഗ്രാം നടത്തുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ നടത്തിയ ഇഫ്താർ സംഗമത്തിൽ തന്നെ നമ്മുടെ ഡിസ്കഷൻ്റെ കോറായിട്ട് വന്നത് ഈ സബ്ജക്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതിനൊരു ഊന്നൽ കൊടുത്തുകൊണ്ട് എല്ലാ മേഖലയിലും അതിന് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടായാലും നമുക്കൊരു പരിധിവരെ ഈ കാര്യങ്ങൾ തടയാൻ കഴിയും. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഒത്തുചേരലുകളാണ് ഓരോ ഇഫ്താർ സംഗമങ്ങളും. ഇപ്പോൾ ഈ ഒരു നോമ്പ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അവരും അവിടെ പരിശോധിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമൊക്കെ. ലഹരിക്കെതിരെ ഏത് രീതിയിൽ പോരാടാൻ കഴിയുമെന്നുള്ളതാണ് സമൂഹത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം അത്രയധികം സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ലഹരിയുടെ പേരിലുള്ള അതിക്രമങ്ങളും വെട്ടും കൊത്തും കൊലപാതകവും ഒക്കെ നമ്മൾ നിരന്തരം വാർത്തകൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ രീതിയിൽ തന്നെയാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ച ആ വിഷയം തന്നെയാണ് അവർ അവിടെ ചർച്ച ചെയ്യുന്നതും. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, ഏറ്റവും പ്രധാനപ്പെട്ട സമൂഹം ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന, സമൂഹം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്, ബോധവൽക്കരണം വേണ്ട ഒരു വിഷയം തന്നെയാണ് ഇഫ്താർ സംഗമത്തിൽ ചർച്ചയായത്. അപ്പോൾ എന്തൊക്കെയാണ് ഇഫ്താർ സംഗമത്തിന്റെ വിശേഷങ്ങൾ? അവിടെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഹിമ, റംസാൻ കാലത്ത് സാധാരണഗതിയിൽ ഇഫ്താറുകളും നോമ്പുതുറകളും ഒക്കെ വളരെ സജീവമായി സംഘടിപ്പിക്കാറുണ്ട്. സൗഹൃദ സംഗമങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത്തവണയും പതിവ് പോലെ നടക്കുന്നു. പക്ഷേ വ്യത്യാസമുള്ളൊരു കാര്യം, ഈ ഇഫ്താർ സംഗമങ്ങളിൽ ഈ അടുത്ത കാലത്തായി നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കയോടെ കാണുന്ന ഈ മയക്കുമരുന്ന് ലഹരിക്കെതിരെയുള്ള വലിയ ക്യാമ്പയിന് വേദിയാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ സങ്കടകരമായ വാർത്തയുണ്ടായിരുന്നു. താമരശ്ശേരി അമ്പായത്തോട് ഒരു ചെറുപ്പക്കാരൻ, 28 വയസ്സുള്ള ഷാനിദ് ചെറുപ്പക്കാരൻ MDMA വിഴുങ്ങി, പോലീസിനെ കണ്ട് ഭയന്ന് വിഴുങ്ങി പിന്നീട് മരണപ്പെട്ട സംഭവം. അവിടെ ആ പ്രദേശത്ത് വലിയ ആശങ്കയോടുകൂടിയാണ് ആളുകൾ, ചെറുപ്പക്കാരൊക്കെ അങ്ങനെ ലഹരി സംഘത്തിൻ്റെ അതിൽ കണ്ണുചേരുന്നതിനെക്കുറിച്ച് വലിയ ആശങ്കയോടുകൂടി നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ പ്രദേശത്ത് തന്നെ ഇന്നലെ വലിയൊരു ഇഫ്താർ സംഘടിപ്പിച്ചു. അവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം ഒരുമിച്ച് ലഹരിക്കെതിരെയുള്ള ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി ഒരു ഇഫ്താർ നോമ്പുതുറ അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. തുടർ പരിപാടികൾ അവിടെ നടക്കുകയാണ്. DYFIയുടെ നൈറ്റ് മാർച്ച് നടക്കുന്നു. പിന്നീട് ജനകീയമായ ഒരു വലിയ വിപുലമായ ഒരു മനുഷ്യച്ചങ്ങൽ ഉൾപ്പെടെ വിപുലമായ പദ്ധതികൾ അവിടെ ആസൂത്രണം ചെയ്തുകൊണ്ട് അവിടെ അങ്ങനെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോട് നഗരത്തിലൊക്കെ വിവിധ സംഘടനകൾ, കഴിഞ്ഞ ദിവസം KNMൻ്റെ ഒരു ഇഫ്താർ പരിപാടി ഉണ്ടായിരുന്നു. സ്വാദിഖ് അലി തങ്ങൾ, മുസ്ലിം ലീഗ് പ്രസിഡന്റ്, ഇഫ്താർ സംഘടിപ്പിച്ചിരുന്നു. ഈ സംഗമങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ ലഹരി ആണ് എന്നുള്ളത് തന്നെയാണ്. അതിനെതിരെ എന്തൊക്കെ നടപടികൾ, എന്തൊക്കെ പ്രചരണങ്ങൾ, ഏതൊക്കെ വഴികളിലൂടെ അതിനെ തടയാനുള്ള ആ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. വ്യത്യസ്തമായ സംഘടനയുടെ പ്രതിനിധികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇതിനെതിരെയുള്ള പ്രചരണം നടത്താൻ വേണ്ടി ഈ റംസാൻ കാലത്തുള്ള ഈ പരിപാടികൾ അതിന് വേദിയാക്കുന്നു. അതിനുശേഷം പിന്നീട് പ്രത്യേകമായ ക്യാമ്പയിനുകൾ നടത്തി വളരെ ഊർജിതമായി ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുമെന്ന് ആണ് ഈ പരിപാടികൾ, പ്രത്യേകിച്ചും ഇഫ്താർ പരിപാടികൾ ഇപ്പോൾ ലഹരി ഭീഷണി ചർച്ച ചെയ്യുകയും അതിനെതിരെയുള്ള ക്യാമ്പയിനുകൾ ശക്തമാക്കുന്നതിനും ചെയ്യുന്നുള്ളൊരു വേദിയായി മാറുന്നു എന്നുള്ളതാണ്. തീർച്ചയായും.